പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ വർഷത്തിൻ്റെ 6ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കാലൂന്നി. പ്രത്യേകിച്ച് ജൂൺ മാസം മഴയുടെ ഒരു മാസം, സ്കൂള് തുറക്കുന്ന ആരംഭ തിരക്കുകളുടെ സമയം, എല്ലാം കൂടി ജൂൺ മാസം ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. വലിയ ചൂട് മാറി തണുപ്പിലേക്ക് നമ്മൾ കയറുന്ന, എല്ലാ കുട്ടികളും മഴക്കോട്ടും ബാഗും കൊടയും പുതിയ ബാഗൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന പഴയ ഓർമ്മകൾ ഇപ്പോഴും ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതുപോലെ പുതിയ കുട്ടികൾ, പുതുതായിട്ട് സ്കൂളിൽ ചേർക്കുന്ന കൊച്ചുകുട്ടികൾ, അവരെ അമ്മമാരെടുത്തുകൊണ്ട് പോകുന്നതും, അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ മാസം എല്ലാ നിലയിലും ഒരു പുതിയ തുടക്കമാണ്, ഒരു ന്യൂ ബിഗിനിങ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കർത്താവിൽ ബലപ്പെടണം, കർത്താവിൽ ശക്തിപ്പെടണം. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക്. കഴിഞ്ഞ മെയ് മാസം നമ്മൾ വരുത്തിയ ഏറ്റവും ഒടുവിലത്തെ മിസ്റ്റേക്ക് ഇല്ലേ, അതാണ് നമ്മുടെ ജൂൺ മാസത്തിലെ ഏറ്റവും നല്ല ടീച്ചർ. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം നമുക്ക് ഏറ്റവും നല്ല ടീച്ചറാണ്, ഏറ്റവും നന്നായിട്ടുള്ള പാഠങ്ങളാണ്. സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അതാണ് ഓർക്കുന്നത്, നമുക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടോ? ക്ലാസ് ടീച്ചർ നല്ലതാണ്. സ്കൂളിൽ ചെന്നിട്ട് കുട്ടികൾ പറയും നല്ല സ്നേഹമുള്ള ഒരു ടീച്ചറാണ്, നല്ല സ്നേഹമുള്ള ഒരു സാറാണ്, ഞങ്ങളുടെ ഡ്രിൽ സാർ ഒത്തിരി നല്ലതാണ്, ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, ഒരമ്മയുടെ ഹൃദയത്തോടെ അവരെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും മുഖപക്ഷം കാണിക്കാതെ, ചെറുപ്പം കാണിക്കാതെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ്. അമ്മയില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. പല ടീച്ചേഴ്സ് ഒരമ്മയാണല്ലോ, ഒരു 90% അമ്മമാരാണ്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്, എന്നും കരഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കയ്പായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ എല്ലാം കരുതാനും സ്നേഹിക്കാനും നിങ്ങൾ ഒരു ശ്രമം നടത്തിയാൽ പഠനകാലത്തിനുള്ളിൽ തന്നെ ഒത്തിരി കുഞ്ഞുങ്ങളെ മാനസിക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. ഈ വർഷത്തെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് നിങ്ങളെക്കുറിച്ച് സ്കൂൾ അധികൃതർ മാത്രമല്ല, എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കളും പറഞ്ഞ് അഭിനന്ദനം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ കുട്ടികളോട് പറയാനുള്ളത്, ഈ മാസത്തെ പഠനത്തോടുകൂടി നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം ഏറ്റവും നല്ല കുട്ടികൾ, പഠനത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ടീച്ചേഴ്സ് അഭിപ്രായം പറയുന്ന, ടീച്ചേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളാകട്ടെ. അധ്യാപകരെ കളിയാക്കുന്ന, കൂട്ടം കൂടി ഗ്യാങ് കൂടി കളിയാക്കുന്ന കുട്ടികൾ വലുതായാൽ മന്ത്രിമാരെ വിമർശിക്കുന്നവരായി മാറും. പിന്നത്തേതിൽ അയൽവാസികളെ കളിയാക്കുന്നവരായി മാറും. പിന്നത്തേതിൽ അവരാണ് വിമർശകരായി മാറുന്നത്. അത് ഒരു ദിവസം തുടങ്ങുന്നതല്ല, സ്കൂളിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഒരു തീരുമാനമെടുക്കണം, ആരെയും ഞാൻ കളിയാക്കില്ല, ഞാൻ ഒരു ഗ്രൂപ്പിനോടും ചേരില്ല, എല്ലാവരും ഒരുപോലെ കരുതും. പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള സ്കൂളുകളുണ്ട്, അവിടെ എല്ലാവരും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണം. തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെ തെറ്റായ ആശയങ്ങൾ കിട്ടും, അതിനെ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ദൈവത്തിലായിരിക്കട്ടെ, കർത്താവിലായിരിക്കട്ടെ. പ്രത്യേകിച്ച് ജീസസ് എവരിഡേ കേൾക്കുന്ന മാതാപിതാക്കളോട്, ടീച്ചേഴ്സിനോട് സംസാരിച്ചത്, നിങ്ങളവിടെ ആ ദേശത്ത് പോകുന്നിടത്ത് വെളിച്ചമായിരിക്കണം, നിങ്ങൾ ആ ദേശത്തിൻ്റെ ഉപ്പായിരിക്കണം. അത് മനസ്സിൽ കിടക്കട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങളായിരിക്കണം ഈ വർഷത്തെ ഏറ്റവും നല്ല കുട്ടികൾ, ഈ വർഷത്തെ ഏറ്റവും നല്ല ടീച്ചേഴ്സ്, ഈ വർഷം ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം കർത്താവ് തരട്ടെ. ആരംഭത്തിൽ തന്നെ അതിനായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ. ഈ പുതിയ മാസത്തിനായി നന്ദി. ഈ മാസത്തിൽ തുടങ്ങുന്ന അധ്യയനം എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും അതൊരു അനുഗ്രഹമാകട്ടെ.
ഒരമ്മയുടെ അപ്പൻ്റെ ഹൃദയത്തോടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ടീച്ചേഴ്സ് ആകട്ടെ. മാതാപിതാക്കളെ പോലെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്ന കുട്ടികളാകട്ടെ. ഏറ്റവും മൂല്യമുള്ളവരായി, വെളിച്ചമായി, ഭൂമിക്കുപ്പായി ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ടീച്ചേഴ്സ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണം. വലിയ റിസൾട്ടുകൾ ഇവർ പഠിക്കുന്ന സ്കൂളുകൾക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. 15-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ചിന്തിച്ചത്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നാം ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ശരീരം നമുക്ക് അനുകൂലമല്ല. ഈ ഒരു സത്യം നിങ്ങൾ അറിയണം. നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ശരീരം താൽക്കാലികമാണ്, അത് നിങ്ങൾക്ക് ഉള്ളതല്ല. അതുകൊണ്ട് അത് അതിൻ്റെ പ്രവൃത്തി എപ്പോഴും അങ്ങനെ ചെയ്യും. നിങ്ങൾക്കൊരാത്മാവുണ്ട്, ആത്മാവാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു മനസ്സുണ്ട്, ആ മനസ്സ് നിങ്ങളുടേതാണ്. എന്നാൽ ശരീരം നിങ്ങളിവിടെ കളഞ്ഞേച്ചു പോകും. ആത്മാവ്, ദേഹിയും ആത്മാവും നിങ്ങളോട് കൂടിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പോഷിപ്പിക്കണം. നിങ്ങളുടെ ആത്മാവിനെ, ഒന്ന് ആത്മാവിനെ പോഷിപ്പിക്കണം, 2 മനസ്സിനെ പോഷിപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യണം. ചിട്ട കൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും കാര്യങ്ങളെല്ലാം ഓർഡറായി ചെയ്യാനും നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ ശരീരം നമുക്ക് അനുകൂലമല്ല. ഈ ശരീരം പാപത്തിലോട്ട് പോകാനും നല്ലതിലോട്ട് പോകാനും എല്ലാം ഈ ശരീരത്തിന് യാതൊരു കഴിവുമില്ല. പാപത്തിലോട്ട് കൊണ്ടുപോകുന്ന മനസ്സാണെങ്കിൽ നല്ലതിലേക്ക് കൊണ്ടുപോകുന്നത് ആത്മാവാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ മനസ്സെപ്പോഴും പാപത്തോട് അനുകൂലമാണ്. അത് വീണ്ടും ജനിക്കാത്ത വ്യക്തിയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ, ആ വ്യക്തി ആത്മാവിലാണ് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ടല്ല. അതുകൊണ്ട് മോട്ടിവേഷൻ പ്രസംഗങ്ങളിൽ കിട്ടുന്നതെല്ലാം മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന സൈക്കോളജി പരമായ കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാസ്ത്രമാണ്. എന്നാൽ അതിന് മുകളിൽ ഒന്നുണ്ട്, ദൈവത്തെ അറിയുന്ന, ദൈവത്തോട് സമത്വമുള്ള, ദൈവത്തെ പോലെയുള്ള ഒരാത്മാ മനുഷ്യൻ. അതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചാലും നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ വയസ്സ് കഴിയുന്തോറും പുറമേ മാത്രമേ ക്ഷയിക്കുന്നുള്ളൂ, ആത്മമനുഷ്യൻ ക്ഷീണിക്കുന്നില്ല. എന്തിനാണ് വയസ്സായവർ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് വയസ്സായവർ ഉപവസിക്കുന്നത്? എന്തിനാണ് വയസ്സായവർക്ക് ചർച്ചിൽ വരണമോ? തീർച്ചയായും നമ്മുടെ ആത്മമനുഷ്യൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന്. കർത്താവിനെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ, കർത്താവിനെ കാത്തിരിക്കുന്ന യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ശക്തിയെ പുതുക്കുമെന്നല്ല, കർത്താവിനെ കാത്തിരിക്കുന്ന ആരാണോ അവർക്കെല്ലാം ശക്തി ഉണ്ടാകും. ആത്മമനുഷ്യൻ ശക്തിപ്പെടും. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ വീക്കാകാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഒരു 60 വയസ്സിന് മുകളിലോട്ട് പോകുമ്പോൾ ശരീരത്തിൽ അതിൻ്റേതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എന്നാൽ ചിലർ 90 വയസ്സ് 100 വയസ്സ് വരെയും ആരോഗ്യം, ശരീരത്തെ കൺട്രോൾ ചെയ്ത് വ്യായാമം ചെയ്ത് ശരീരത്തെ അതുപോലെ സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ ചുളിവുകളും വാർദ്ധക്യത്തിൻ്റെ സാധ്യതകളും കണ്ടാൽ അറിയാൻ കഴിയും. എങ്കിലും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. 40 കഴിയുമ്പോൾ അത് കാണാനും തുടങ്ങും. അതുകൊണ്ട് 40 വയസ്സിന് ശേഷം വരുന്ന ബലഹീനമായ ശരീരത്തെ ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തും വ്യായാമം ചെയ്തും വിശ്രമം കൊടുത്തും നമ്മുടെ ശരീരത്തെ നാം പുഷ്ടിപ്പെടുത്തണം. എന്നാൽ അപ്പോൾ തന്നെ അറിയേണ്ടത്, അങ്ങനെ പുഷ്ടിപ്പെടുത്താൻ കഴിയാതെ വൈകിപ്പോയവർ, ശാരീരികമായി ക്ഷീണമായി പോയവർ എല്ലാവരും അറിയണം, ആത്മമനുഷ്യനെ എല്ലാ സമയത്തും നമ്മൾ പുഷ്ടിയുള്ളതാക്കി മാറ്റണം. അതിനുള്ള ബലവും കൃപയും
ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കും, നിങ്ങളുടെ ആത്മാവും ദേഹിയും ദേഹവും അനന്യമായി വെളിപ്പെടണം. നിന്ദ്യമാകരുത്. ആത്മാവ് നിന്ദ്യമാകരുത്, മനസ്സ് നിന്ദ്യമാകരുത്, ശരീരം നിന്ദ്യമാകരുത്. അതുകൊണ്ട് ആരോഗ്യം സൂക്ഷിക്കണം, മനസ്സിനെ സൂക്ഷിക്കണം. അത് ലോകമനുഷ്യനും സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിനെ സൂക്ഷിക്കുവാൻ അവർക്ക് ഇന്ന് വരെ അറിയില്ല. കാരണം വീണ്ടും ജനനം, യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീക ജനനമുള്ളൂ. അവിടുന്ന് തുടങ്ങിയാണ് ആത്മാവിനെ വളർത്തുന്നത്, ആത്മാവിനെ പോഷിപ്പിക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയും, വേദപുസ്തക വായന ആത്മാവിൻ്റെ ഭക്ഷണമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വചനം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അധികം ക്രിയ ചെയ്തില്ലെന്ന് വരും, എന്നാൽ ആത്മാവിൽ അതൊരു ഭക്ഷണമാണ്. നിങ്ങൾക്ക് ബൈബിളിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജഡീകരാണ്, നിങ്ങൾ മനസ്സിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളുടെ ആത്മാവ് ശോഷിച്ചതാണ്. നിങ്ങൾക്ക് വചനം വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു അപ്പം പോലെ വചനം ഭക്ഷിച്ച് വിശപ്പ് മാറ്റാത്തവർ ബലഹീനരാണ്, അവർ കഴിവില്ലാത്തവരാണ്. പ്രാർത്ഥനയിൽ അവർ തോറ്റുപോകും, വിശ്വാസത്തിൽ അവർ തോറ്റുപോകും, നല്ല സ്വഭാവ രൂപീകരണത്തിൽ അവർ തോറ്റുപോകും, ആത്മീക പക്വതയിൽ അവർ തോറ്റുപോകും, ഒരു നല്ല ലീഡർഷിപ്പിലേക്ക് അവർ കയറില്ല. മനസ്സുകൊണ്ടുള്ള ലീഡർഷിപ്പിൻ്റെ കാര്യമല്ല, ഒരു സ്പിരിച്വൽ ലീഡറിൻ്റെ കാര്യമാണ്. ആത്മാവ് ശുഭമായിരുന്നാൽ നമ്മൾ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കും. ഇതാണ് ദൈവവചനം പറയുന്നത്. ആത്മീകമായി വളരുന്നവർക്ക് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. 16, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ അറിയുന്നു. ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ, അല്ലാതെ പഴയ നിയമമല്ല, ന്യായപ്രമാണമല്ല, ദൈവമല്ല അതിന് കുറ്റക്കാരൻ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ കുറ്റക്കാരൻ. സ്വയമായിട്ട് സ്വന്തം തെറ്റുകളെ കണ്ടുപിടിച്ച് തിരുത്തുന്ന ഒരാത്മീക മൂല്യമുള്ള വ്യക്തികളായി നമുക്ക് മാറാൻ കഴിയണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനത്തിലൂടെ നിങ്ങൾ ആഴമേറിയ ചിന്തകളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ, ഭാവിയെ കെട്ടുപണി ചെയ്യും. ശരീരത്തെ പോഷിപ്പിക്കണം, മനസ്സിനെ പോഷിപ്പിക്കണം, ആത്മാവിനെ പോഷിപ്പിക്കണം. ഇടയ്ക്ക് മാസത്തിൽ ഒരു 3 ദിവസം ഉപവാസത്തോടെ മാറിയിരുന്നാൽ, പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും നോട്ടുകൾ എഴുതാനും ധ്യാനിക്കാനും നിങ്ങൾ മാറിയിരുന്നാൽ നിങ്ങൾ ഓരോ മാസവും ശക്തിയുള്ളവരാകും. ഈ ജൂൺ മാസം നിങ്ങൾക്ക് അങ്ങനെ ഒരു 3 ദിവസം കർത്താവ് തരട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് 10 ദിവസം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ടായി. അത് നമ്മുടെ ആത്മമനുഷ്യനെ പുഷ്ടിപ്പെടുത്താനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ആണ്. നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ പിശാച് അതിൽ നിന്ന് നമ്മളെ തെന്നി മാറുമാറാക്കും. എന്നാൽ നമ്മുടെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ നമ്മെ പണിതെടുത്ത ഒരു സമയമായിരുന്നു ആ 10 ദിവസം. ആ മീറ്റിങ്ങിൽ വരാതെ പോയവർ വന്നവരോട് ചോദിച്ചെങ്കിലും അത് പഠിച്ചെടുക്കണം. ഇത് യൂട്യൂബിലൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തില്ല, കാരണം വ്യക്തിപരമായ പല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് അങ്ങനെ അത് പകൽ മാത്രമുള്ള പ്രാർത്ഥനയായി. പഠിച്ചവരോട് നോട്ടുകൾ ചോദിച്ച് അവരെ കൊണ്ട് അത് പറഞ്ഞ് പഠിച്ചെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, നിങ്ങളെ തന്നെ ശിഷ്യപ്പെടുത്തുവാൻ, ഡിസിപ്ലിനുള്ളൊരു ജീവിതം നയിപ്പാൻ കാരണമായി തീരും. യേശു കർത്താവ് അതിനുള്ള കൃപ ഓരോരുത്തർക്കും തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ജൂൺ മാസം ഒരു പുതിയ തുടക്കം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ 6-ാം മാസം മുതൽ വലിയ ഒരു അഭിവൃദ്ധിയിലേക്ക് ഓരോ കുടുംബങ്ങൾ കയറട്ടെ. പുതിയ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കട്ടെ. ആരോഗ്യത്തെ സംരക്ഷിക്കട്ടെ, മനസ്സിനെ സൂക്ഷിക്കട്ടെ, ആത്മമനുഷ്യനെ ബലപ്പെടുത്തട്ടെ. കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർ ജയാളികളാകട്ടെ. കുഞ്ഞുങ്ങളെ നന്നായി വളർത്താൻ ഒരു ഡിസിപ്ലിൻ അവർക്കുണ്ടാകട്ടെ.
ഈ അധ്യയന വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാതാപിതാക്കൾക്കും കൃപ കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ വഴികളിൽ അവരെ കാക്കണം. ദൈവദൂതന്മാർ ഈ വർഷം കാവലാകണം. സ്കൂളുകളെ അങ്ങ് സംരക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ആദ്യ സ്നേഹത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. അങ്ങേക്കാൾ വേറെയൊന്നിനായോ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തത്